ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. May I come in, please? നല്ല ഉറക്കത്തില് ഉറങ്ങിക്കോട്ടെ. മരുന്നിന്റെ സെഡേഷൻ ആണെന്ന് തോന്നുന്നു. ക്ഷീണമാണെങ്കിൽ കിടന്നോളൂ. അത് രാവിലെ തന്നെ പാര ചിന്തേരിടാൻ തുടങ്ങാം. ആ മരുന്ന് കഴിച്ചതുകൊണ്ടായിരിക്കും ഇന്നലെ ഞാൻ ബോധം കെട്ട് ഉറങ്ങിപ്പോയി. രാജു സീരിയസ് ആയിട്ട് എന്തോ പറയാൻ തുടങ്ങിയതായിരുന്നില്ലേ? എനിക്കത് ഓർമ്മയുണ്ട്. പക്ഷെ മയക്കം കാരണം ഒന്നും കിട്ടുന്നില്ല. പറയാനുള്ളതൊക്കെ ഞാൻ പറഞ്ഞു. പക്ഷെ ആര് കേൾക്കാൻ? ഞാൻ മുഴുവനും പറഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോ മാഡം നല്ല ഉറക്കം. അത് സാരമില്ല രാജു, ഇപ്പൊ പറയാലോ. പറഞ്ഞോ, ഞാൻ കേക്കാം. എല്ലാം മുകളിലിരിക്കുന്ന ഒരാള് കാണുന്നുണ്ടെന്ന് പറയുന്നത് പോലെ വാതുക്കൽ നിൽക്കുന്ന ഞാനും ഇത് കേൾക്കുന്നുണ്ട്. ആ ഒന്ന് കേട്ടതാ, ഒന്നുകൂടി കേക്കാം. അതൊക്കെ ഒരു പ്രത്യേക മൂഡില് പറയേണ്ട കാര്യ. ഇന്നലെ ഞാൻ അങ്ങനെ പറഞ്ഞ. കുഴപ്പമില്ല, ഇപ്പൊ പറ രാജു. എന്തിനാടാ പെങ്കോന്താ ഇങ്ങനെ കിടന്ന് മടിക്കുന്നത്? അങ്ങോട്ട് പറയടാ. അത് ഞാൻ പറയട്ടെ? പറയേ. അത് പറ രാജു. May I come in, please? അല്ല, നിങ്ങൾ ഇതുവരെ എഴുന്നേറ്റില്ലേ? എഴുന്നേക്കത പിന്നെ ഇങ്ങനെ നിക്കോ? നിങ്ങൾ ബെഡ്റൂമിന്റെ വാതിൽ തുറക്കാത്തോണ്ട് ഞാൻ വിളിച്ചെഴുന്നേപ്പിക്കാൻ വന്നത്. ആരും വിളിച്ചെഴുന്നേപ്പിക്കാതെ തന്നെ ഞങ്ങൾക്ക് എഴുന്നേക്കാൻ അറിയാം. അളിയന്റെ അമ്മ. അല്ല മോൻ, അതൊക്കെ അറിയാന്ന് എനിക്കറിയാം. എന്നാലും ചില കാര്യങ്ങളും മുതിർന്നവര് പറയുന്നത് കേക്കണം. കല്യാണം കഴിഞ്ഞ് മധുവിധു കാലം കഴിയാത്ത പെങ്കൊച്ചുങ്ങള് അതിരാവിലെ എഴുന്നേക്കണം. എഴുന്നേറ്റാൽ ഉടനെ ഭർത്താവിന്റെ കാൽപാദം തൊട്ട് നെറുകയിൽ വെച്ച് പോയി അടിച്ച് നനച്ച് കുളിക്കണം. എന്നിട്ട് സൂര്യ നമസ്കാരം ചെയ്യണം. ഞാനൊക്കെ കല്യാണം കഴിച്ച ആദ്യ നാളുകളില് വെളുപ്പിന് 3-3:30 എഴുന്നേക്കും. എന്നിട്ട് 1-2 മൈലുകൾ താണ്ടി പുഴയിൽ ചാടി കുളിക്കും. എന്നിട്ട് വീട്ടിൽ തിരികെ വന്ന് അടുക്കളയിൽ കയറി ചായയും പലഹാരവും ഉണ്ടാക്കണം. ഒരു കാപ്പി ഉണ്ടാക്കിക്കൊണ്ട് ചെന്ന് ഭർത്താവിന്റെ കാലിൽ വീണ്ടും ഒന്നുകൂടെ തൊട്ടു തൊഴുവണം. അല്ല, അതെന്തിനാ ഭർത്താവിന്റെ കാലിൽ എപ്പോഴും തൊട്ടു തൊഴുന്നത്?
അല്ല അവസാനം ആവുമ്പോഴേ ഈ കാലേവാരി അലക്കാനുള്ളതല്ലേ. അതാ ആദ്യകാലങ്ങളിൽ നിരന്തരം തൊട്ടു തൊഴുന്നത്. ഭർത്താവിനെ കാലേവാരി അലക്കുന്നത് പറഞ്ഞതേ മൂപ്പിലാത്തിക്ക് പിടിച്ചില്ല. ആ അല്ലേ, എന്റെ എക്സ്പീരിയൻസ് എനിക്ക് പറയാതിരിക്കാൻ പറ്റുമോ? ഇതെന്തിനാ ആരതിയൊക്കെ? ഇവിടെ വല്ല ചടങ്ങും മറ്റുണ്ടോ? അതോ വല്ല വിശിഷ്ടാതിഥികളും വരുന്നുണ്ടോ? ഇതേ വിശിഷ്ട അതിഥികളെ സ്വീകരിക്കാനൊന്നുമല്ല, എന്റെ ആങ്ങളെ അനുഗ്രഹിച്ചയക്കാനാ. ഇന്നേ പ്രതാപന്റെ പാർട്ടിയുടെ സ്റ്റേറ്റ് കമ്മിറ്റിയാ. പ്രധാനപ്പെട്ട പല തീരുമാനങ്ങളും എടുക്കുന്ന കമ്മിറ്റിയാ ഇത്. അതാ ഞാനേ ആരതി ഒഴിഞ്ഞ് അവനെ അയക്കാൻ തീരുമാനിച്ചത്. യാതൊരു ആത്മാർത്ഥതയില്ലാത്ത അനുഗ്രഹിക്കല്. ഇവരുടെ യഥാർത്ഥ സ്വഭാവം എന്ന് പ്രതാപേട്ടനൊന്ന് മനസ്സിലാക്കുക. അല്ല എന്താ ഞാനത് പറഞ്ഞപ്പോ യാമിനിയുടെ മുഖത്തൊരു മഴക്കാറ്? മഴക്കാറും മഴവില്ലൊക്കെ അങ്ങ് മാനത്തല്ലേ ചേച്ചി? എന്റെ മുഖത്തോട്ട് നോക്കിയാ അതൊക്കെ എങ്ങനെ കാണാൻ പറ്റുക? രാവിലെ ടൗൺ വരെ പോയി ഏട്ടാ. വൈകിട്ടേ തിരിച്ചു വരുമെന്ന് പറഞ്ഞു. ഇന്ന് സ്റ്റേറ്റ് കമ്മിറ്റിയാ, ഞാൻ പോയിട്ട് വരാം. രാജു വരണ്ടേ ഏട്ടാ? പാർട്ടി കമ്മിറ്റിയല്ലേ, അതിൽ രാജുവിന്റെ ആവശ്യമില്ല. പ്രതാപ, ഇതൊക്കെ എന്തിനാ ചേച്ചി? പ്രധാനപ്പെട്ടൊരു കാര്യത്തിന് പോവല്ലേ, ദൈവാനുഗ്രഹത്തോടുകൂടി പോയിട്ട് വാ. ഞാൻ പോയിട്ട് വരട്ടെ ചേച്ചി. എല്ലാ ദൈവാനുഗ്രഹങ്ങളും നിനക്കുണ്ടാവും. നീ പോയിട്ട് വാ. അമ്മയുടെ അഭ്യാസം കണ്ടേ ഞാൻ അടക്കിച്ചിരിക്കായിരുന്നു. ഇന്നലെ വരെ വല്യമാവനെ ഒതുക്കാൻ മന്ത്രവാദി കണ്ട അമ്മയെന്ന് അയാൾക്ക് ആരതി ഒഴിയുന്നു. എന്റെ അമ്മേ, ഒരു വശത്ത് ചെകുത്താൻ സേവ, മറുവശത്ത് അനുഗ്രഹ പൂജ. അവനെ ഞാൻ ആരതി ഒഴിഞ്ഞ് അയച്ചതേ അനുഗ്രഹം ചൊരിഞ്ഞിട്ടാണെന്ന് നീ വിചാരിച്ചോ? അകലേ നോവിനാലേ